മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. പ്രിയപ്പെട്ടവരെ, നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുവാനായി കർത്താവ് നമുക്കൊരു പ്രഭാതം കൂടെ തന്നിരിക്കുകയാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തെ ആരാധിക്കുവാനും കർത്താവിൻ്റെ സ്നേഹത്തിലായിരിക്കുവാനും ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ പ്രത്യേകമായിട്ട് ഒരുങ്ങുകയാണ്. ദിവ്യരക്ഷകനെ സ്വീകരിക്കുവാനായി നമ്മെയും നമ്മുടെ ഹൃദയങ്ങളെയും ഒരുക്കി കർത്താവിനോട് കൂടുതൽ സ്നേഹത്തിലായിരിക്കുന്ന ദിവസങ്ങളാണ് ഈ ക്രിസ്മസിനായുള്ള ഒരുക്കത്തിൻ്റെ ദിവസങ്ങൾ. പ്രത്യേകമായിട്ട് നിങ്ങളെല്ലാവരെയും ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ വലിയ സ്നേഹത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദിവ്യരക്ഷകനായ ഈശോ നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശയും സമാധാനവും സന്തോഷവും നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ സകല ചരാചരങ്ങളോടും ചേർന്ന് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. യേശുവിൻ്റെ ജനനം ഒരനുഗ്രഹമാണ് എന്ന് ഈ ലോകം വിളിച്ചോതുകയാണ്. ഈ രക്ഷ ഈ ലോകത്തിന് ലഭിച്ചത് യേശുവിൻ്റെ ഈ ജനനത്തിലൂടെയാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരുങ്ങുമ്പോൾ തീർച്ചയായും രക്ഷയെ നമ്മൾ സ്വീകരിക്കുന്നു എന്ന പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒത്തിരി സ്നേഹത്തോടെ എല്ലാവരെയും ഈ പ്രഭാത വിരുന്ന് എന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് പ്രത്യേകമായി ഈ ലോകത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ട് ആകുലതയിലും ദുഃഖത്തിലുമൊക്കെ ആയിരിക്കുന്ന അനേകരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പലതരത്തിലുള്ള ജീവിത പ്രശ്നങ്ങളിലായിരിക്കുന്നവർ അവരുടെ ജീവിതങ്ങളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ആശ്വാസദായകനായ ഈശോ എല്ലാവരെയും ആശ്വസിപ്പിക്കുവാനും പ്രത്യാശ നൽകി ജീവിതത്തെ അനുഗ്രഹിക്കുവാനുമായി ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ എല്ലാ ജീവിത മേഖലകളിലും ഇടപെടുന്ന ഒരു കർത്താവുണ്ട് എന്ന ബോധ്യത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം നമുക്ക് യാചിക്കാം. പരിശുദ്ധ അമ്മയിലുണ്ടായിരുന്ന ആ പുണ്യങ്ങൾ നമ്മളിലുണ്ടാകുവാനായി പ്രാർത്ഥിക്കാം. യേശുവിനെ സ്വീകരിച്ചത് പരിശുദ്ധ കന്യകാമറിയമാണ്. പൂർണ്ണതയിൽ സ്വീകരിച്ചത്, പൂർണ്ണതയിൽ യേശുവിനോട് ചേർന്ന് നിന്നത് പരിശുദ്ധ കന്യകാമറിയമാണ്. അത് ലോകത്തിന് രക്ഷയായി തീർന്നു. ഈ ക്രിസ്മസിന് ഒരുക്കത്തിന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമുക്കെല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നമുക്ക് കർത്താവിൻ്റെ വചനം ശ്രവിക്കുവാനായിട്ടൊരുങ്ങാം. പരിശുദ്ധാരൂപിയോട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, വചനം സ്വീകരിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. ആ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ ഫലമണിയുവാൻ അനുഗ്രഹിക്കണമേ. സകല
അനുഗ്രഹങ്ങളും വരങ്ങളും പൂർണ്ണതയിൽ സ്വീകരിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കണമേ എന്ന് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനങ്ങൾ 103:17. എന്നാൽ കർത്താവിൻ്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കുമുണ്ടായിരിക്കും, അവിടുത്തെ നീതി തലമുറകളോളം നിലനിൽക്കും. കർത്താവിൻ്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ ഉണ്ടായിരിക്കും, അവിടുത്തെ നീതി തലമുറകളോളം നിലനിൽക്കും. കർത്താവിൻ്റെ ഭക്തരെ അവൻ കാത്തു സംരക്ഷിക്കുന്നു എന്ന് വചനം നമ്മെ പഠിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിൻ്റെ ജനന തിരുനാളിനായിട്ട് ഒരുങ്ങുമ്പോൾ, ക്രിസ്മസിനായിട്ട് ഒരുങ്ങുമ്പോൾ ദൈവസ്നേഹത്തിൻ്റെ വലിയൊരു അനുഭവത്തിലേക്കാണ് കർത്താവ് നമ്മെ വിളിക്കുന്നത്. പ്രത്യാശ നഷ്ടപ്പെട്ട്, സമാധാനം നഷ്ടപ്പെട്ട്, ആകുലതയിൽ, ദുഃഖത്തിൽ, ജീവിതത്തെക്കുറിച്ചൊരു പ്രതീക്ഷയുമില്ലാതെ കടന്നു പോകുന്ന സമയങ്ങളിൽ തലമുറകളോളം നിലനിൽക്കുന്ന അനുഗ്രഹം നൽകുന്ന ഒരു ദൈവമുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു ഒരുക്കത്തിൻ്റെ ദിവസത്തിൽ കർത്താവ് നമുക്ക് നൽകുന്നത്. എല്ലാം അറിയുന്ന എൻ്റെ ജീവിതത്തെ പൂർണ്ണമായും മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന ഒരു സത്യം ആഴമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ നമ്മളുടെ ആകുലതകളെല്ലാം അനുഗ്രഹങ്ങളായി തീരുകയാണ്. സംഖ്യയുടെ പുസ്തകത്തിൽ 24-ാം അധ്യായം 17-ാം തിരുവചനം, യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും, അത് മൊവാബിൻ്റെ നെറ്റിത്തടം തകർക്കും, ഷേത്തിൻ്റെ പുത്രന്മാരെ സംഹരിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ബാലാമിൻ്റെ ഒരു പ്രവചനമാണിത്. വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു വചനമാണിത്. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും. അതായത് ഒരു പ്രത്യാശയുണ്ട്. സഹനങ്ങളിലും വേദനകളിലും തകർച്ചകളിലും ഒരിക്കലും നമ്മെ കൈവിട്ടു പോകുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. രക്ഷയ്ക്കായി, അനുഗ്രഹത്തിനായി അവൻ എപ്പോഴും നമ്മോടൊത്തുണ്ട് എന്ന സത്യമാണ് ഈ വചനത്തിലൂടെ നമുക്ക് കർത്താവ് നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ജനനത്തിന് അനേക വർഷങ്ങൾ മുൻപ് നൽകപ്പെട്ട ഒരു പ്രവചനമാണിത്. അത് രക്ഷയെക്കുറിച്ചുള്ളൊരു പ്രവചനമാണ്, പ്രത്യാശയെക്കുറിച്ചുള്ളൊരു പ്രവചനമാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്കും ഒരിക്കലും ജീവിതത്തിൽ ഒരു പരാജയം ഉണ്ടാവില്ല. എല്ലാ മേഖലകളിലും കർത്താവ് അവരെ നയിച്ചുകൊണ്ടിരിക്കും എന്ന ഒരു ആഴമായ ബോധ്യത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു പ്രവചന ഭാഗമാണ് നമ്മളിപ്പോൾ ശ്രവിച്ചത്. അപ്പോൾ പ്രത്യാശയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിൽ ആഴപ്പെടുക എന്നാണ് അർത്ഥം. യേശുവിനോട് ചേർന്ന് നിൽക്കുക എന്നാണ് അർത്ഥം. ദൈവിക സംവിധാനങ്ങളോട് ചേർന്ന് നിൽക്കുക, വെളിപ്പെടുത്തപ്പെട്ട സത്യങ്ങളോട് ചേർന്ന് നിൽക്കുക. അതാണ് സന്തോഷവും സമാധാനവും നൽകുന്നത്. പരിശുദ്ധ കന്യകാമറിയത്തിനുണ്ടായിരുന്ന ഒരു പുണ്യവും അതുതന്നെയാണ്. വെളിപ്പെടുത്തപ്പെട്ട സത്യത്തോട് ചേർന്ന് നിന്ന് ആ സത്യത്തെ ലോകത്തിലേക്ക് നൽകുവാൻ പൂർണ്ണമായും ഒരു മനസ്സും സമർപ്പണവും ഉണ്ടായിരുന്നു. വിശുദ്ധ യൗസേപ്പിതാവിലുണ്ടായിരുന്നതും അതുതന്നെയാണ്. വെളിപ്പെടുത്തപ്പെട്ട സത്യത്തെ പൂർണ്ണതയിൽ സ്വീകരിക്കുവാനുള്ളൊരു മനസ്സുണ്ടായിരുന്നു. അതിനാലാണ് മാനുഷികമായ ചിന്തകൾക്ക് അതീതമായ ഒരു പ്രവൃത്തിക്ക് മുൻപോട്ട് കടന്നു വരുവാൻ വിശുദ്ധ യൗസേപ്പിതാവിന് സാധിച്ചത്. മാനുഷികമായ ചിന്തകൾ നോക്കുമ്പോൾ ഒരുപക്ഷെ അപമാനം ഉണ്ടാവാം, ആകുലത കടന്നു വരാം, സംശയങ്ങൾ കടന്നു വരാം. എന്നാൽ ദൈവീക പദ്ധതിയെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അതിലൂടെ കടന്നു വരുന്ന സഹനം അനുഗ്രഹമായി തീരുകയാണ്. അതാണ് പൂർണ്ണമായും പൂർണ്ണ മനസ്സോടെ മറിയത്തെ സ്വീകരിക്കുവാൻ തക്കവിധം വിശുദ്ധ യൗസേപ്പിതാവ് ദൈവത്തിലേക്ക് വളരാൻ കാരണമായി തീർന്നത്.
നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളും വേദനകളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ ഏത് മനോഭാവത്തോടെ നമ്മളതിനെ സ്വീകരിക്കുന്നു എന്നതാണ് നമുക്ക് പ്രത്യാശ നൽകുന്ന ഒരു കാര്യം, അനുഗ്രഹം നൽകുന്ന ഒരു കാര്യം. കാരണം അപ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്നതല്ല അതിൽ നിന്ന് വരുന്ന അനുഗ്രഹം, അതിനുശേഷം ലഭിക്കുന്നതാണ്. അതിനാൽ തന്നെ അതിനെ സ്വീകരിക്കുന്നതനുസരിച്ചാണ് ഈ അനുഗ്രഹത്തിൽ നമുക്ക് വളരാൻ സാധിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, യൗസേപ്പിതാവിലുണ്ടായിരുന്ന ഈ പുണ്യം, അതായത് ലോകത്തിന് രക്ഷ നൽകുവാൻ തക്കവിധം സഹനം ഏറ്റെടുക്കുവാൻ, നിശബ്ദനായി എല്ലാ സഹനത്തിൻ്റെ വേദനകളുടെയും പ്രതിസന്ധികളുടെയും മേഖലകളിൽ നിശബ്ദനായി എല്ലാം സ്വീകരിക്കുവാൻ, ദൈവീക പദ്ധതിയെ പൂർണ്ണതയിൽ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു മനസ്സ്, ആ മനോഭാവത്തിൻ്റെ ഉടമയായി തീരുവാൻ സാധിച്ചതുകൊണ്ടാണ് ലോകത്തിൽ രക്ഷ കടന്നു വരുവാൻ ഏറ്റവും കൂടുതൽ പ്രയത്നിക്കുന്ന ഒരു വ്യക്തിയായി വിശുദ്ധ യൗസേപ്പിതാവ് മാറുന്നത്. അതുമാത്രമല്ല, യേശുവിനെ ഈ ലോകത്തിൽ ജനനം നൽകുവാനും അതേപോലെ തന്നെ യേശുവിലൂടെ നൽകപ്പെട്ട ആ ഒരു പ്രത്യാശ, യേശുവിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ, ആ പ്രവചനങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെടുവാൻ അതിൻ്റെ ഭാഗമായി തീരുവാനും സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ യേശു സാക്ഷികളായി തീരുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യേശുവിനെ സ്വന്തമായി തീരുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൻ്റെ പുറകിൽ ഒരു സഹനമുണ്ട്, അതിൻ്റെ പുറകിൽ ഒരു വിട്ടുകൊടുക്കലുണ്ട്, അതിൻ്റെ പുറകിൽ ഒരു എളിമപ്പെടലുണ്ട്, അതിൻ്റെ പുറകിൽ മാനുഷികമായ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഒരപമാനവുമുണ്ട്. എന്നാൽ അവിടെയെല്ലാം ദൈവീക പദ്ധതിയുടെ ഭാഗമായി തീരുന്നു എന്ന ബോധ്യമുണ്ടെങ്കിൽ ഇതെല്ലാം അനുഗ്രഹമായി നമ്മുടെ കണ്ണുകളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, നമ്മുടെ മനസ്സിൽ സ്വീകരിക്കുവാനായിട്ട് സാധിക്കും. അത് അനേകരെ യേശുവിലേക്ക് അടുപ്പിക്കുന്ന വലിയൊരു സത്യമായി തീരുകയും ചെയ്യും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ഒരു മനോഭാവത്തിലേക്ക് വളരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ അടുത്ത ഒരുക്കത്തിലായിരിക്കുമ്പോൾ യേശുവിനെ സ്വീകരിക്കുവാൻ, ക്രിസ്മസിനായിട്ട് അടുത്ത ഒരുക്കത്തിലുള്ള സമയത്ത് നമുക്കുണ്ടാകേണ്ട ഒരു മനോഭാവം ഇതാണ്: ഞാൻ വഴി യേശുവിനെ മറ്റുള്ളവർക്ക് നൽകുവാൻ തക്കവിധം സഹനങ്ങൾ ഏറ്റെടുക്കാൻ, കടന്നു വരുന്ന പ്രതിസന്ധികളെ നേരിടാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? അതിനുവേണ്ടി ഞാൻ എന്തു ചെയ്യുന്നു? ആ ഒരു മനോഭാവം എന്നിൽ വളർത്തിയെടുക്കുവാൻ പരിശ്രമിക്കുന്നുണ്ടോ? അവിടെയാണ് നമുക്ക് യേശുവിൻ്റെ വാഹകരായി തീരുവാനായിട്ട് സാധിക്കുന്നത്. ഇല്ല എങ്കിൽ ഒരിക്കലും സാധ്യമല്ല. യേശുവിൻ്റെ ജനന സമയത്ത് പോലും അവിടെ ഉണ്ടായിരുന്ന മൃഗങ്ങൾ പോലും യേശു വാഹകരായി തീരുകയാണ്. യേശു വാഹകരായി തീരുകയാണ്. കാരണം ബൈബിളിൽ ആ മൃഗങ്ങളെക്കുറിച്ച് കൂടി പറയുന്നുണ്ട്. അപ്പോൾ ആരാണോ യേശുവിനെ സ്വീകരിക്കുവാനായി ഒരുക്കമുള്ളവരാകുന്നത്, അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ പോലും ദൈവത്തിൻ്റെ മുൻപിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന സത്യം ഇതെല്ലാം വിളിച്ചോതുന്നത്. വീണ്ടും പരിശുദ്ധ ഗ്രന്ഥത്തിൽ സങ്കീർത്തനങ്ങൾ 34:5 ഇപ്രകാരം പറയുന്നുണ്ട്: ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് അത് കേട്ടു, എല്ലാ കഷ്ടതയിൽ നിന്ന് അവിടുന്ന് രക്ഷിക്കുകയും ചെയ്തു. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് അത് കേട്ടു, എല്ലാ കഷ്ടതകളിൽ നിന്നും അവനെ രക്ഷിക്കുകയും ചെയ്തു. അവസാനം നമുക്ക് രക്ഷയുണ്ട്, അനുഗ്രഹമുണ്ട്, സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. അത് യേശുവിനോടൊത്തുള്ള ഒരു ജീവിതമാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുങ്ങേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് ഈ ദിവസങ്ങൾ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ആ ഒരു സന്തോഷത്തിൽ, ആ ഒരു മനോഭാവത്തിൽ, ആ ഒരു സ്നേഹത്തിൽ നമുക്ക് ഈ ആഗമനകാലം ഏറ്റവും അനുഗ്രഹപ്രദമാക്കി മാറ്റുവാനായി പ്രാർത്ഥിക്കാം, പരിശ്രമിക്കാം. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുന്ന ഈ നിമിഷങ്ങളിൽ കാരുണ്യവാനായ കർത്താവെ, ഞങ്ങളെ പൂർണ്ണമായും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകമായി ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ ഓരോ ജീവിത മേഖലകളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവിടെയെല്ലാം യേശു ജനനം അനുഗ്രഹമായി തീരുവാൻ തക്കവിധം
ഓരോ പ്രതിസന്ധികളെയും സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി ഞങ്ങളിന്ന് സമർപ്പിക്കുന്ന ഞങ്ങളുടെ നിയോഗങ്ങൾ, പ്രത്യാശ നഷ്ടപ്പെട്ട് ജീവിതത്തെക്കുറിച്ച് ആകുലതയിലും ദുഃഖത്തിലുമായിരിക്കുന്ന അനേക മക്കളെ അങ്ങയുടെ സ്നേഹത്തിൽ ആശ്വസിപ്പിക്കണമേ. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും പ്രത്യാശയും നൽകി യേശു അനുഭവത്തിലേക്ക്, രക്ഷ അനുഭവത്തിലേക്ക് അവരെ നയിക്കുവാനായി ഞങ്ങൾ സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ ദിവസങ്ങളിലെല്ലാം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഗുഡ്നസ് ചാനലിനെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. ചാനലിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും സമർപ്പിക്കുന്നു. ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ എല്ലാ ധ്യാന ശുശ്രൂഷകൾ, മറ്റ് ശുശ്രൂഷകൾ, അതുമായി ബന്ധപ്പെട്ട മേഖലകൾ കർത്താവെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മരിയം കൂടാരങ്ങളിലൊക്കെ ആയിരുന്ന് ഈ ദിവസം പ്രാർത്ഥിക്കുന്ന എല്ലാവരോടും ചേർന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അനുഗ്രഹമായി തീരുവാനായി കർത്താവെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, ശക്തിപ്പെടുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സ്നേഹത്തിൻ സന്ദേശമായി ദൈവത്തിൻ സൂനുവാം യേശുനാഥൻ പിറന്നുവല്ലോ. ബത്ലഹേമിലെ പുൽത്തൊഴുത്തിൽ ലോകരക്ഷകനാഗതനായി രക്ഷകനാഗതനായി. ശാന്തിതൻ ദൂതുമായി വാനത്തിൽ ദൂതന്മാർ പാറിപ്പറന്നു പാടിയല്ലോ. സന്മനസ്സുള്ളോർക്കു രക്ഷയായി ലോകരക്ഷകനാഗതനായി രക്ഷകനാഗതനായി. താരക കുഞ്ഞുങ്ങൾ കാതോർത്തു കൺചിമ്മി മാനവർക്കെല്ലാം സദ്വാർത്തയായി. ഹല്ലേലൂയ ഹല്ലേലൂയ. ലോകരക്ഷകനാഗതനായി രക്ഷകനാഗതനായി. മോദത്തിൽ ചാഞ്ചാടി സ്വർഗത്തിൻ ഈണത്തിൽ ആമ്പൽ പൊയ്
ചിരിച്ചവർ ഇതൾ വിടർത്തി ലോകരക്ഷകനാഗതനായി നമുക്ക് ഈശോയുടെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. തിരുസഭയോട് ചേർന്ന് നമ്മൾ ഈ ആശീർവാദം സ്വീകരിക്കുന്നു. മാർപ്പാപ്പയോടും കർദിനാളന്മാരോടും എല്ലാ മെത്രാന്മാരോടും വൈദിക ഗണങ്ങളോടും ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ സമർപ്പിതരോടും ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ദൈവജനത്തോട് ചേർന്ന് പ്രാർത്ഥിച്ച് ഈ ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നമ്മോടും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാവർക്കും അനുഗ്രഹപ്രദമായ ഒരു ദിവസം ആശംസിക്കുന്നു. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.